ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഒരു മെഡിക്കലാണ്. അതായത് ഭയങ്കര വയറുവേദന, ഭയങ്കര നെഞ്ചുരുക്കം എന്താണോ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രധാനമായി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ആ കറക്റ്റ് സമയത്ത് 2 മണിക്കാണെങ്കിൽ ആ സമയത്ത് കൃത്യമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു സംഭവമുണ്ട്. അത് രോഗാണുക്കളെ കൊല്ലാനും മറ്റ് പല ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ഒരു ആസിഡാണ്. അപ്പോൾ ഒരു ദിവസം 2 മണിക്ക് കഴിച്ചു, അടുത്ത ദിവസം 2 മണിക്ക് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ സമയത്ത് ആ കൃത്യമായിട്ട് തന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൃത്യമായിട്ട് സ്റ്റൊമക്കിൽ പുറപ്പെടുവിച്ചിരിക്കും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റു ചില പ്രവർത്തനങ്ങളിലൂടെ അസിഡിറ്റി ഉണ്ടാക്കും. അപ്പോൾ പ്രധാനമായും ഈ അസിഡിറ്റിയാണ് പല രോഗങ്ങൾക്കുള്ള കാരണമായി തീരുന്നത്. ഒന്നാമത് പെപ്റ്റിക് അൾസർ, ഡിയോഡൻ അൾസർ, ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ തന്നെ അൾസർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ രോഗങ്ങളായിത്തീരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും പറയാറുണ്ട്, ഡോക്ടേഴ്സൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ളവരെ രോഗികൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ മസാല ഐറ്റംസ് കഴിക്കരുത്, അതുപോലെ തന്നെ പുളിയുള്ളവ കഴിക്കരുത്, അച്ചാർ കഴിക്കരുത്, ഒത്തിരി കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊപ്പം തന്നെ ഈ വക കാര്യങ്ങൾ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ മുക്കോസയുണ്ട്. വളരെ വളരെ തിക്കില്ലാത്ത ചെറിയ കട്ടിയുള്ള സാധനം മുക്കോസ, ചെറിയ സോഫ്റ്റ്. ഈ മുക്കോസയെ കൊണ്ട് ആക്രമിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കാഠിന്യത്തെ ഇത്തരത്തിലുള്ള മസാലകളും അച്ചാറുകളെല്ലാം കാഠിന്യം കൂട്ടും. അതുമായി എന്ത് സംഭവിക്കും? അൾസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അൾസർ രോഗികൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഈ പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ മിക്സർ, അതുപോലെ തന്നെ മറ്റ് മസാല ഐറ്റംസുകൾ, ബേക്കറി പലഹാരങ്ങളെല്ലാം കൺട്രോൾ ചെയ്യണം, മാക്സിമം ഒഴിവാക്കണം. അതുപോലെ കട്ടൻ ചായ, കട്ടൻ കാപ്പിയൊക്കെ ചിലർക്ക് പറ്റാത്തതുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്ര അസുഖത്തെ മാറ്റി നിർത്തി നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമായി തീരാം, ആരോഗ്യമുള്ള വ്യക്തിയായി തീരാൻ പറ്റും. അതുപോലെ ഇത്രയുള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോ അതല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സ്, മെഡിസിനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് റാൻഡാക്കം, അതുപോലെ തന്നെ പാൻഡോപ്രസോൾ, ഒത്തിരി ടാബ്ലറ്റ്സുകളുണ്ട്. ഇത് നമ്മുടെ അസിഡിറ്റിയെ ആൽക്കനിയാക്കി മാറ്റും. അങ്ങനെ നമ്മളെ ഈ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അൾസറിനെയും അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിനെ മാറ്റി നിർത്താൻ പറ്റും. എല്ലാവർക്കും 1000 നന്ദി.